ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. 1 സവാള ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. പാസ്ത വേവിച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പാസ്തയുടെ ഒപ്പം വരുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലായിടവും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന പാസ്ത കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അധികം ചേരുവകളൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്